അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് ഒരു പ്രത്യേകമായ സ്ഥലത്താണ്. അതായത് ബാങ്കോക്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് വിസിറ്റഡ് പ്ലേസ് ആയ സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം പോകുന്ന സ്ഥലത്തിന്റെ പേര് നിങ്ങൾക്ക് തമിഴിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അധികം സസ്പെൻസ് ഒന്നും ഇടുന്നില്ല. അപ്പം ഇന്ന് പോകുന്ന സ്ഥലത്തിന്റെ പേരാണ് സഫാരി വേൾഡ്. സഫാരി വേൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 2 പാർക്ക് ഉണ്ട്, സഫാരി പാർക്കും മെറൈൻ പാർക്കും. അപ്പം ഫസ്റ്റ് ഉള്ളത് സഫാരി പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഒരു ഓപ്പൺ സൂ ആണ്. പിന്നെ മെറൈൻ പാർക്കാണ്. മെറൈൻ പാർക്കിൽ കുറേ സംഭവങ്ങൾ, ഈ കുറേ ആനിമൽസ് കുറേ ഉണ്ട്, പിന്നെ കുറേ ഷോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അത്യാവശ്യം നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ ഷോസ് ഉള്ളതായതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പോയാൽ അത്രയും നിങ്ങൾക്ക് ആ ഷോസ് ഒക്കെ കാണാം. കാരണം ടൈം ഷെഡ്യൂളും എല്ലാത്തിൻ്റെയും ഡിഫറെൻ്റ് ആണ്. അപ്പം നിങ്ങൾ സഫാരി പാർക്കിൽ കുറച്ച് ലേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ മെറൈൻ പാർക്കിലെ എല്ലാ ഷോസും കവർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം അതിൻ്റെ ഒരു ഷെഡ്യൂൾ കണ്ടിട്ട്. അപ്പം മാക്സിമം നേരത്തെ ഇറങ്ങിയാൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും സഫാരി വേൾഡിൽ കിട്ടലുണ്ടാവുക. അപ്പോൾ അതാ നമ്മളിപ്പോൾ ഏകദേശം ട്രാവൽ ചെയ്തിട്ട് 1/2 മണിക്കൂറായി. നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എത്താനായി എന്നാണ് പറഞ്ഞത്. എത്താനായോ? എത്തി. ഞാൻ ഇൻട്രോ എടുക്കാൻ കുറച്ച് ലേറ്റായി പോയി. ഇതാണ്, ഞാൻ കാണിച്ചു തരാം. ഇവിടെ മഴ പെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ കയറുമ്പോൾ തന്നെ 3 എൻട്രൻസ് കാണാം. ഇതിൽ സഫാരി വേൾഡ് ആണ് മെയിൻ എൻട്രൻസ്. അവിടെ പോയിട്ടാണ് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ടിക്കറ്റ് എടുക്കുന്ന കാര്യത്തിൽ 2 രീതിക്ക് എടുക്കാം. ഒന്ന് അവിടെ നേരിട്ട് പോയിട്ട് എടുക്കാം, അല്ലാണ്ട് ഏജൻസി ത്രൂ പോയി എടുക്കാം. അപ്പോൾ നമ്മൾ നേരിട്ട് പോയി എടുക്കുകയാണെങ്കിൽ ഒരു അഡൽട്ടിന് ഒരു അറൗണ്ട് 1000 സംതിങ് വരും. വിത്തൗട്ട് ബഫേ ആട്ടോ ഞാൻ പറയുന്നത്. വിത്ത് ബഫേ ആകുമ്പം കുറച്ചുകൂടെ 1000 മേലെ പോവും. അല്ല ഏജൻസി വഴിയാണ് എടുക്കുന്നതെങ്കിൽ 950 അറൗണ്ട് സംതിങ്. ഞങ്ങൾക്ക് 750 ബാത്തായിട്ടേ ഉള്ളൂ, കാരണം ഞങ്ങളിവിടെ വർക്ക് ചെയ്തതുകൊണ്ട് വർക്ക് പെർമിറ്റ് കാണിച്ചിട്ടാണ് അങ്ങനെ. ഞങ്ങൾ വിത്തൗട്ട് ബഫേ ആണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. കാരണം ഇവിടെ പുറമേ താഴെ കുറേ ഷോപ്സ് ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് ഞങ്ങൾ പ്ലാൻ ഇട്ടേ. പിന്നെ നിങ്ങൾ ഇത് എടുക്കുന്ന സമയത്ത് തന്നെ അവർ ചോദിക്കും നിങ്ങൾക്ക് വണ്ടി വേണോ ഇല്ലയോ, സ്വന്തം വണ്ടി ഉണ്ടോ എന്നൊക്കെ. അപ്പം നിങ്ങൾക്ക് അത് എക്സ്ട്രാ അഡീഷണൽ ഒരു 100 ബാത്ത് ഒരാൾക്ക് പെർ പേഴ്സണിന് കൊടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു വണ്ടി ബുക്ക് ചെയ്യാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നേരെ കയറാൻ പോകുന്നത് സഫാരി പാർക്ക് ഓപ്പൺ സൂയിലേക്കാണ്. അപ്പം നമ്മൾ വണ്ടിയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക, പുറത്തേക്ക് വിൻഡോ തുറന്ന് പോകില്ലൊന്നും ഉണ്ടാവില്ല. അപ്പം ഇതാണ് ഫസ്റ്റ്. നമ്മളോട് അവർ വിൻഡോസ് ക്ലോസ് ചെയ്തിട്ട് ഉള്ളിലിരിക്കാനാണ് പറഞ്ഞത്, പുറത്തേക്ക് പോകരുത് എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് പുറത്തേക്ക് പോകണം. പുറത്തേക്ക് പോവല്ല, ഇവിടെ ഇരുന്നിട്ട് എനിക്ക് ആ സൈഡ് കവർ ചെയ്യാൻ പറ്റില്ല, മഴയുണ്ട്. ഓ മൈ ഗോഡ്. ബാക്കോട്ട് പോയാലോ? ഈ ജുറാസിക് പാർക്കിലൊക്കെ ഉണ്ടാവില്ലേ ഒരു അനുസരണമില്ലാത്ത കുട്ടി, അതുപോലെ ആവാൻ പോവാ ഞാൻ. ആരും പിടിക്കില്ലല്ലോ. എവിടെയുണ്ട്? ഇല്ല, ഇവിടെ ആരില്ല. അങ്ങോട്ടെ വലിയ വലിയ വണ്ടികൾ. എന്റെ മക്കളെ
ഞാൻ തുറക്കുമ്പോ അതിന്റെ ബാക്കിൽ എടാ താഴെപ്പുറത്ത് കാറോട്ട് നിർത്തിനല്ല എല്ലാരും. എന്തുണ്ടോ എന്തൊക്കെ സൈസാ കാണുന്നുണ്ടോ? സ്റ്റാർട്ട് ചെയ്ത വണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട്. അതിന് മനസ്സിലായിട്ടത്. അയ്യോ അതാ ഉള്ളിൽ പോയടാ 3 എണ്ണം. അവിടെ ഒറ്റ നടന്നു കളിക്കുന്ന അവിടെ മോളെ ബംഗാൾ ടയർ. ഇത് നേരത്തെ അവിടെ നിന്ന് കണ്ടേ. ഇതൊക്കെ ഒരു ഓങ്കി ഒരു അടി അടിച്ചാൽ തീർന്നില്ലേ? അവിടേക്ക് രണ്ടിടത്തേക്ക് വീടാ 2 ഉണ്ട് അല്ലേ? 2 അല്ല 3 പാറുണ്ടോ? ഈ പാറ പോലെ ഉള്ളതുകൊണ്ട് കാണുന്നില്ല. ഇടോ ഇവിടെ ഇടിച്ചിരിക്കുന്നു. ഇവിടെ ഒന്നും ഇല്ലല്ലോ. മസാലഗുഡിയിൽ ഒരു കരടീനെ കാണണമെങ്കിൽ എത്ര കാത്തിരിക്കണം, എന്നിട്ടും കണ്ടിട്ടില്ല. ഇവിടെ എന്ത് വലുതാടോ ആ ചിരിച്ചിരിക്കുന്നത്. ചിരിച്ചിരിക്കുന്നത് ആ ചൂടുകൊണ്ട്. കഴിഞ്ഞ് ഞാൻ സി യു അഗൈൻ ബോർഡ് കണ്ട് കഴിഞ്ഞ്. ഇതോടുകൂടെ കഴിഞ്ഞ്. അപ്പോൾ ഇപ്പൊ നമ്മളെല്ലാം കഴിഞ്ഞ്. അത് സഫാരി പാർക്ക് ഇതോടുകൂടെ കഴിഞ്ഞു തോന്നുന്നു കേട്ടോ. ഇനിയിപ്പോ നമ്മൾ അടുത്ത പാർക്കിലേക്ക് പോകണം. കഴിഞ്ഞില്ലേ? എവിടെ? പാർക്കിംഗ് ഏരിയ എത്തി. ഇവര് ചില സ്ഥലത്തെ ഡോറ് തുറക്കുന്നത് അത് പക്ഷെ ആദ്യം തുറന്നു വെച്ചതാണോ അറിയില്ല. നമ്മളുടെ ഈ മാനക്കിരിക്കുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്താ ഈ കരടിയും പിന്നെന്താ പറയാ ടൈഗറൊക്കെ. ചിലപ്പോ ഇവർക്കുള്ള അമിതമായ വിശ്വാസമായിരിക്കും ഇവരെ ടൈഗർ ഇവരൊന്നും പിടിക്കില്ല. അതുണ്ട്. ഓക്കെ, ഇനിയിപ്പോ എങ്ങോട്ടാ പോന്നെ? പാർക്കിംഗ് പോയിട്ട് പോണോ? ഇവിടെ മറ്റേത് നടന്നു പോകുന്ന ഷോ ഇതുപോലെയല്ല. അപ്പം ഇത് ഓപ്പൺ സൂ അല്ലേ? അപ്പം അതാ പാർക്കിംഗ്. ആൾക്കാരുണ്ടോ ഇവിടെ വെക്കണം? എത്രയും ദൂരം നടന്നു വരണം. മഴ പെയ്തിട്ട് മഴയും ചൂടും എല്ലാം കൂടെ ക്ലൈമറ്റ് ഭയങ്കര. പിന്നെ ഇവരെ ഈ പൂപ്പിന്റെ സ്മെല്ലും ഇവിടെ നല്ല രസമുണ്ട്. ഇവിടെ നല്ല മണം, പ്രകൃതിപരമായ മണം. അത്യാവശ്യം ആൾക്കാരുണ്ട്. നല്ല ബസ് കണക്കിന് വണ്ടി വരുന്നുണ്ട്. അയ്യോടാ കഴിഞ്ഞ അന്ന് വേണ്ട അങ്ങ് ഇട്ടോ. അപ്പോൾ ഇവിടെ വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർണിംഗ് 9 to 4:30 ആണ് വീക്ക് ഡേയ്സിൽ. വീക്കെൻഡ്സിൽ 9 to 5 വരെ വർക്കിംഗ് ആണ്. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾ ചിലവഴിച്ച പൈസ ഫുൾ മുതലാക്കണം എന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ടൈം ഷെഡ്യൂളിങ് നടത്തണം. ഒരു ചാർട്ടിങ് വേണം നിങ്ങൾക്ക് തന്നെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു 7 ഷോസ് സംതിങ് ഉണ്ട്. അപ്പോൾ അതിൽ 3 ഷോസാണ് 2 തരം ടൈമിൽ പ്ലേ ചെയ്യുന്നത്. ബാക്കിയെല്ലാം സിംഗിൾ ഷോസാണ്. അപ്പോൾ എങ്ങാനും നിങ്ങളൊരു സ്ഥലത്ത് ലാഗ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഷോസ് മിസ്സാവും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു സ്ഥലമാണ്. അവിടെ നിന്ന് ഏന്തി പിടിച്ച് അപ്പുറത്ത് എത്തണം എന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് കഷ്ടപ്പെടും. അപ്പോൾ പ്രോപ്പർ ടൈം ഷെഡ്യൂളിങ് ചെയ്തിട്ട് വേണം കേട്ടോ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പലതും മിസ്സാവും.
ചെക്കിങ് ഉണ്ടോ? വത്തക്ക പിടിക്കോ? Sorry, ma'am. May I check your bag, please? We can't get that food. Okay, എന്താ അവിടുത്തെ കഴിച്ചിട്ട് പോവാ. ഇത് പ്രതീക്ഷിച്ചില്ലേ? ഇത് മൊത്തം മൊത്തം തിന്നേണ്ട ഗതിയാണ്. ഫുഡ് എന്താ വാങ്ങണ്ട കേട്ടോ. എനിക്ക് പണി കിട്ടി. ഞാൻ ഇത് ഉണ്ടാവുന്നു, വെള്ളം മാത്രം വെച്ചതാണ്. ബാഗ് ഇവരിത് ചെക്ക് ചെയ്യുന്നല്ലോ. കണ്ടതാ. ഓ, ഇത് വെള്ളല്ലേ? ഒരു വെള്ളം മതിയുന്നുണ്ടോ? എടാ ലവടാ. ഇവിടുത്തെ ഫസ്റ്റ് ഷോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10:15 സീ ലയൺ ഷോയും ഉണ്ട്, ഒറാങ്കുട്ടൻ ഷോ ഉണ്ട്. പക്ഷേ സീ ലയൺ ഷോ 2 ഷോ പ്ലേ ചെയ്യുന്നുണ്ട്, 1-2:30 സംതിങ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് ഒറാങ്കുട്ടൻ ഷോ ആണ്. ഇത് മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഷോ ആട്ടോ, അടിപൊളി ഷോ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഷോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എലിഫന്റ് ഷോ ആണ്. അപ്പം അത് അതിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് കുറച്ച് ദൂരം തപ്പി പിടിക്കേണ്ടി ഒന്നും വന്നില്ല. അപ്പം നെക്സ്റ്റ് വൺ എലിഫന്റ് ഷോയാണ് ഞങ്ങൾ പോയത്.
ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ക്യാരി ചെയ്യേണ്ട 2 കാര്യങ്ങൾ. അതിലൊന്ന് ഒരു ഫാൻ എന്തായാലും ക്യാരി ചെയ്യണം. കാരണം ചൂട് എന്ന് പറഞ്ഞാൽ അസാധ്യ ചൂടാണ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൺഗ്ലാസ്, അതും ഭയങ്കര ചൂട്, സൺലൈറ്റ് എന്റെ സൺഗ്ലാസ് എത്തിക്കാം. ഞാൻ പറഞ്ഞതാ. അതെ 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 അത് വേണം എന്തായാലേ. കാരണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഭാര്യനെ നഷ്ടപ്പെടും. എനിക്ക് വിശക്കുന്ന്. ഇനി അടുത്ത 5 hour കേട്ടോ ഷോ. അത് ഇതിന്റെ തൊട്ടടുത്തുള്ള ഷോ ആ. അപ്പൊ ഇനി അങ്ങോട്ട് പോവാ. 5 hour പോ. അതിനു മുമ്പ് ഇവിടെ എവിടെയോ ഞങ്ങള് ഷോ ഇരിക്കുന്ന സമയത്ത് ഇളനീ വെള്ളം കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ എപ്പ കാണുന്നില്ല. ദാ എവിടെ എന്തോ അതാ ഒരു ജീവി. ഇതെന്ത് ജീവിയാ? ആ കൊരങ്ങനല്ലേ? മനസ്സിലായില്ല. സൂക്ഷിക്കണേ. ആ മോനെ ഞാനില്ലേ ഇതുപോലെ ചെയ്താലോ? ഹായ് പറഞ്ഞതാ മൂത്രയിച്ചിട്ട്. വേഗം ഓടെ മനസ്സിലാവില്ലേ നിങ്ങളെ? ഇതിനെ ഞാൻ കണ്ടില്ല കേട്ടോ. ഇത് നമ്മളെ ലയൺ കിങ്ങിലെ സിംബ. ഇപ്പൊ ഇവിടെ ഓൾമോസ്റ്റ് ഇപ്പൊ നമ്മൾ 2 ഷോ കവർ ചെയ്തിട്ടുള്ളൂ. ഓൾമോസ്റ്റ് ഇപ്പൊ എത്രയോ 6 ഷോ 6 7 എത്ര ഷോ ഉണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ 2 കവർ ചെയ്ത് ഇനിയിപ്പോ 5 hour ഷോറിനും കൂടെ കയറും. പിന്നെ എനിക്ക് വിശക്കുന്നുണ്ട്. സമയം 11:30 അതാ അവിടെ കുറച്ച് കറങ്ങട്ടെ. അവിടെ കറങ്ങി നടക്കുന്നുണ്ട്, എന്നെ തപ്പി നടക്കുന്നുണ്ട്. അതങ്ങോട്ട് വരുന്നുണ്ട്. അതവിടെ എന്താ? ഓ ഇതെന്തെന്നാണിത്? ഞങ്ങളിപ്പോ വന്ന വഴിക്ക് തന്നെ കറങ്ങി ഏതോ വഴി കൂടെ ഇത് ലൂപ്പ് പോലെ വരുന്നുണ്ട്. ഏയ് മിസ്റ്റർ, എടോ വഴി കണ്ടുപിടിക്കടോ. ഇത് ഒറാങ്കുട്ടാൻ ഷോന്റെ അടുത്തെത്തി. Hey guys, welcome to Thailand. തായ് ഇൻട്രോ പ്ലീസ്. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യം, ഈ മാപ്പ് നോക്കാൻ വെച്ചിരിക്കുന്നതല്ല, ഇത് നോക്കിയിട്ട് വഴി പോകാനുള്ളതാണ്. ഞങ്ങൾ മാപ്പ് നോക്കാണ്ട് ഒരേ വഴി. എടാ മുള്ളംപന്നിതാ. മുള്ളൊന്ന് ചീറ്റിരുന്നെങ്കിൽ. മുടിയൻ. വാ അങ്ങോട്ടാ പോകുന്നുണ്ട്. അതാ ഇനിയും വഴിയെത്തി. ഞങ്ങളെ കണ്ടാവൂല. ഇതിപ്പോ ബാക്കിയെല്ലാരും എല്ലാ ഷോയും കാണേ, ഞങ്ങൾ മാത്രം വഴി നോക്കി നടക്കുക. കൊണ്ടുവരികയാണെങ്കിൽ ഇതുപോലത്തെ ഒന്നിനെ കൂടെ കൊണ്ടുവരണം. എന്നാ പിന്നെ എല്ലാം കാണാൻ പറ്റും. ഇതൊന്നും റെസ്പോണ്ട് ആവുന്നില്ലല്ലോടെ. ഇങ്ങനത്തെ ടൈപ്പ് സംഭവം എനിക്ക് ഇഷ്ടമല്ല. ഈ കേജില് പാവം ഭാര്യയും ഭർത്താവും തോന്നുന്നു ചിന്തിച്ച് നടക്കുകയാണ്, അതെനിക്കിഷ്ടമല്ല. എനിക്ക് മറ്റേ ഓപ്പൺ സൂവിലുണ്ടായ സംഭവം അത് അടിപൊളിയായിരുന്നു. പക്ഷെ ഇത് ഒരു രസമില്ല. നേരത്തെ വന്ന അതേ കടയല്ല, നമ്മള് ഒരേ വഴിക്ക് ഒന്നുകൂടെ പോകുന്നതിനോണ്ട് ഒന്നുകൂടെ ആ കട കാണുന്നു. വല്ല വകുപ്പുണ്ടോ അടുത്ത റൂട്ട് പോവാൻ? ഞാനില്ല ഇക്കളിക്ക്. അതാ അയിമതാ പിന്നെ നിക്കുന്നു. അതാ ഈ വഴിക്ക് പോ. ഒറാങ്കുട്ടാൻ ജിറാഫ് ഫീഡിങ്. ഇത് സീ ലയൺ ഷോ. ഞാനില്ല അങ്ങോട്ട്. അപ്പം ഞങ്ങളുടെ ഈ വഴി കണ്ടെത്തൽ പ്രയാണം ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഇനിയും കുറേ കാഴ്ചകളും കുറേ ഷോസും ഒക്കെ നിങ്ങളെ കാണിക്കാനുണ്ട്. അപ്പം അതെൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ടിൽ ദെൻ സ്റ്റേ ട്യൂൺ, ഡോണ്ട് ഗോ എനിവെയർ, പ്ലീസ് വാച്ച് ഇറ്റ് ആൻഡ് ടേക്ക് കെയർ.